ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? ആ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ നിങ്ങളുടെ ഇടയ്ക്കിൽ സന്തോഷമായിട്ടൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പല പല ടിപ്പുകളല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്, ആയുർവേദത്തിലെ മരുന്നിനെക്കുറിച്ച്, അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തെക്കുറിച്ച്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ഇന്നൊന്ന് മാറ്റിയിട്ട് ഒരു ഹെൽത്തി ഡ്രിങ്കിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം ഞാനുണ്ടല്ലോ 9 ദിവസമായിട്ട് കഴിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ ഇടയ്ക്കിൽ പറഞ്ഞത്. അതും വളരെയധികം സന്തോഷത്തോടു കൂടിയാകട്ടെ ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. വലിയ കാശ് മുടക്കും ഒന്നുമില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ, അതായത് 100 വയസ്സുള്ളവർ വരെ ഉപയോഗിച്ചാലും ഇതിനതുപോലെ ഗുണമുള്ള ഒരു കാര്യമായി ഞാൻ ഈ പറയുന്നത്. വേറെ ഒന്നുമല്ലെന്നേ, നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഒരു സെലിബ്രിറ്റി ഇത് കഴിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു സ്റ്റേജിൽ വന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. അതാരാന്ന് നമ്മൾ പറയുന്നത് ശരിയല്ലോ. അത് കേട്ടിട്ടാകട്ടോ ഞാനിത് ചെയ്തത്. അത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ച എന്ന് വെച്ചാൽ രാവിലെ ഞാൻ വെളുപ്പിനെ ഏക്കും അമ്മച്ചിയുടെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കിടക്കുവോളം വരെ എന്തെങ്കിലും എല്ലാം ജോലിയും കാര്യങ്ങളും ഒക്കെ കൊണ്ടുണ്ടല്ലോ എനിക്ക് എപ്പോഴും ക്ഷീണവും തളർച്ചയും. ആ കൂട്ടത്തിൽ എനിക്ക് BP ഉണ്ടായിരുന്നു. എൻ്റെ BP കുറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു വീഡിയോയിൽ. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു, ചേച്ചി BP കുറഞ്ഞത് എങ്ങനെയാ, ആ ടിപ്പ് ഒന്ന് പറഞ്ഞു തരണേന്ന്. അപ്പോൾ അതിനും കൂടെ ഉള്ളൊരു മറുപടിയാകട്ടോ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ BP ഇപ്പം നോർമലാണ്, നോർമലി പോണു. ഇത് കൊളസ്ട്രോളിന് നല്ലതാണ്, അതുപോലെ തന്നെ ദഹന പ്രക്രിയയ്ക്ക് നല്ലതാണ്, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വളരെയധികം നല്ലതാണ്. പിന്നെ ചിലർ പറയല്ലേ, കുഞ്ഞുങ്ങളാണേലും പറയും, നമ്മൾ വലിയവരാണെന്ന് പറയും, നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകണോ, അല്ലെ ഒരു സാധനം എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് അത് എവിടെയാന്ന് പിന്നെ എത്ര ഓർത്താലും കിട്ടുന്നില്ല, മറന്നു പോകണോ. അതുകൊണ്ട് ഇത് ബുദ്ധിക്കും അതായത് ഓർമ്മശക്തിക്കും എല്ലാം വളരെയധികം നല്ലൊരു സംഭവമാണ് കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴും എനർജിക്കറ്റായിട്ട് ഇരിക്കാൻ പറ്റും. എപ്പോഴും നമുക്ക് നല്ല എനർജിയോട് കൂടി നമുക്ക് ഇരിക്കാൻ പറ്റും. എപ്പോഴും രാവിലെ ഉണ്ടല്ലോ നമുക്കിത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ലൊരു ഊർജ്ജമാണ്, നമുക്ക് എപ്പോഴും ഒരു ഉന്മേഷം, ഒരു ഉണർവ്, എന്തും ചെയ്യാനുള്ള ഒരു ആരോഗ്യമൊക്കെ നമുക്കുണ്ട്. ഇത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ കയ്യും വായും മുഖവും കഴുകിയിട്ട് വെറും വയറ്റിൽ വേണം കഴിക്കാൻ. ഇത് കഴിച്ചു കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷമേ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു ചായയോ അല്ലെ എന്തെങ്കിലും കഴിക്കുകയോ ചെയ്യാവുള്ളൂ. അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ്, ജിമ്മിൽ പോകുന്നവരാണ് ജിമ്മിൽ പോകുന്നതിന് മുമ്പ് എല്ലാം രാവിലെ തന്നെ ഇത് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നാര് ഒരുപാട് അടങ്ങിയതാണ്, അതായത് ഫൈബർ കണ്ടന്റ് കൂടുതൽ അടങ്ങിയതാണ് നമ്മുടെ ബീറ്റ്റൂട്ടിൽ. അപ്പോൾ ഇത് വെയിറ്റ് ലോസിനും നല്ലതാണ്. നിങ്ങൾ 1 മാസം ഇത് കഴിക്കുക. അതായത് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വെയിറ്റ് ഒന്ന് എടുത്തേക്കുക. വെയിറ്റ് നോക്കിയിട്ട് 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര കിലോ വെയിറ്റ് കുറഞ്ഞു നിങ്ങളുടെ ഒന്ന് നോക്കണം. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി നമുക്കെല്ലാവർക്കും ആഗ്രഹമില്ലേ, നമുക്കൊരു ഇത്തിരി കളർ വെക്കണം, ഇച്ചിരി ആൾക്ക് എന്ന് വെച്ചാൽ ചുമന്നൊന്ന് തൊടുത്ത് ഒരു ഇത്തിരി കളറൊക്കെ വേണമെന്നൊക്കെ എത്രയൊക്കെയാന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുവേ. പക്ഷെ ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന്, ഞാൻ ഈ കളറിലൊക്കെ അല്ല ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ഇത് കഴിച്ച് 9 ദിവസം കഴിഞ്ഞപ്പം തന്നെ ഇതുണ്ടോ എൻ്റെ കൈക്കൊക്കെ ഇങ്ങനെ ചെറിയ കളർ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കണ്ണിൻ്റെ അടിയിൽ ഈ കറവിലും ഒക്കെ നമുക്കങ്ങ് മാറിക്കിട്ടും. ഇത് എല്ലാം കൊണ്ടും നമുക്ക് ദഹന പ്രക്രിയ, അതായത് അസിഡിറ്റിയുടെ പ്രശ്നമുള്ളവർക്ക് നല്ലതാണ്, വെയിറ്റ് ലോസിന് നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന എല്ലാ പ്രോബ്ലത്തിനും ഇത് നല്ലതാണ്. അതായത് ഇതിന് വേറൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് കഴിക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം വീട്ടിൽ എത്ര പേരുണ്ട് അത് കഴിക്കണമെന്ന് താല്പര്യമാണ്, അവരുടേതനുസരിച്ച് നമ്മൾ ഇതെടുക്കുക. ഇപ്പം നമ്മൾ ഒരാളാണെങ്കിൽ ഒരു ബീറ്റ്റൂട്ട് ഇത്രയും വലിപ്പമുള്ള ഒരു ബീറ്റ്റൂട്ട് ആണെങ്കിൽ അതൊരു 6 കഷ്ണമാക്കി വെച്ചിട്ട്, അതൊരു ഏകദേശം ഒരു 6 കഷ്ണത്തിൻ്റെ ഒരു അളവ് നിങ്ങൾക്കറിയാലോ. ഒരു പീസ് എടുത്ത് അതിൻ്റെ തൊണ്ട് ചെത്തി നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് ഞുറുക്കി മിക്സിയിലിട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്നാ ചെയ്യണം, ഒരു നാരങ്ങ എടുത്ത് മുറിച്ചിട്ട് 1 മുറി നാരങ്ങയുടെ നീര്, വലിയ നാരങ്ങയാണ്, 1 മുറി നീര് വേണ്ട കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തൊരു കാര്യം പറയാം, ഷുഗർ ചേർക്കാനേ പാടില്ല. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് അടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വെറും വയറ്റിൽ കുടിക്കണം. ദാണ്ട് അതിപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളെ ഒന്ന് കാണിക്കാനും കൂടെ കൂടിയിട്ടാണ് ഞാനിതെൻ്റെ കയ്യിലെടുത്ത് പിടിച്ചത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇത് കാണാമല്ലോ, കണ്ടല്ലോ. ഞാൻ ഇതിൻ്റെ അകത്ത് ഉപ്പോ
പഞ്ചസാരയോ ഒന്നും ചേർന്നിട്ടില്ല കേട്ടോ. ഇത് നേരിട്ടാണ് കഴിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര ഉന്മേഷമാണ്, നമുക്ക് ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നും തോന്നുന്നില്ല. പിന്നെ ഇത് ചെറിയവനെന്നോ വലിയവനെന്നോ ഒന്നുമില്ലെന്നേ. എന്നാന്ന് ചോദിച്ചാൽ നിസാരം വിലയേ ഉള്ളൂ ബീറ്റ്റൂട്ടിനില്ലേ. നമുക്ക് ആർക്ക് വേണേലും മേടിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്ന് മേടിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടേച്ചാൽ മതി കേട്ടോ. പിന്നെ ഇത് കഴിക്കുന്നതിന് പ്രത്യേകിച്ച് രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, ചേച്ചി ഞങ്ങൾക്ക് ഇന്ന രോഗമുണ്ട് ഇത് കഴിക്കാവോ എടുക്കാവോ എന്നോ ഒന്നും ചോദിക്കണ്ട. ഇത് പച്ചക്കറിയാണ്. പച്ചക്കറിയിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് കൂടുതലും ഫൈബർ അടങ്ങിയേക്കുന്നത് കൊണ്ട് നമുക്ക് എളുപ്പം ദഹന പ്രക്രിയ നടക്കും. പിന്നെ ഇത് ഞങ്ങൾ കുടിച്ചോണ്ടിരിക്കുവാന്നും പറഞ്ഞ് നിങ്ങൾ നോർമലി ചെയ്യുന്ന എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്യാതിരിക്കരുത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ വെയിറ്റ് കുറയും എന്ന് പറഞ്ഞത്, ഈ ഡ്രിങ്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശപ്പ് കുറയും, നമുക്ക് വിശപ്പ് അങ്ങ് തോന്നത്തേയില്ല. അപ്പം നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് നമ്മൾ നോർമലി കുറയ്ക്കൂല. അപ്പോൾ അങ്ങനെയും നമ്മുടെ വെയിറ്റ് അങ്ങോട്ട് കുറഞ്ഞിരിക്കും. പിന്നെ നമ്മൾ പിന്നെ ഇത് ഡ്രിങ്കൊക്കെ കുടിച്ചു എനിക്ക് നല്ല എനർജിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോലിയെല്ലാം തീർന്നു അങ്ങോട്ട് പോയി ചടഞ്ഞുകൂടി കിടക്കാവെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് ക്ഷീണമുണ്ട്. പരമാവധി നമ്മൾ പകല് കിടക്കാതിരിക്കുക. അങ്ങനെ കിടക്കണമെന്നുള്ളവർ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് ഉടനെ പോയി കിടക്കരുത്. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് നിങ്ങൾ പോയി 1-1.5 മണിക്കൂർ നേരം ഒന്ന് കിടന്നു, അതിന് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ജോലിയും കാര്യങ്ങളും ഒന്നും ഉള്ളവർക്കൊന്നും ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞിട്ടൊന്നും കിടക്കാൻ പറ്റത്തില്ല. അപ്പം വീട്ടിലിരിക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റു കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഷുഗർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങളും ഒക്കെ നിങ്ങളൊന്ന് കുറയ്ക്കുന്നത് വളരെയധികം നല്ലതാണ്. ഏറ്റവും വലിയ വില്ലൻ നമ്മുടെ ഷുഗറാണ്. ഈ ഷുഗർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ പകുതി അല്ല 3/4 രോഗങ്ങളിൽ നിന്ന് നമുക്കൊരു മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഉപ്പിൻ്റെ ഉപയോഗം നമ്മൾ അളവ് കുറയ്ക്കുക. പിന്നെ പാല് നല്ലതാന്ന് പറയും, പക്ഷെ പാലും വെള്ള സാധനമാണ്. പാലിൻ്റെ അളവും നമ്മളൊന്ന് കുറയ്ക്കുക. അതുപോലെ മൈദയുടെ ഉപയോഗം പാടേ മാറ്റുക. പിന്നെ വെള്ളയരിച്ചോറ് കഴിക്കുന്നവർ കുത്തരിയിലോട്ട് മാറുക. കുത്തരിയിലോട്ട് മാറിയാലും അളവ് കുറയ്ക്കുക. കാരണം കുത്തരിയിൽ നിങ്ങൾക്കറിയാലോ ഫൈബർ കണ്ടന്റ് കൂടുതലാണ്, നാരടങ്ങിയതാണ്. അതുകൊണ്ട് കുത്തിരിയാണ് ഡോക്ടർമാരെല്ലാവരോടും പറയുന്നത്. ഷുഗർ പേഷ്യൻറ്റിനോട് പ്രത്യേകം പറയും നിങ്ങൾ കുത്തിരിച്ചോറേ ഉപയോഗിക്കാവുള്ളെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക, കഴിക്കുക എന്ന് വെച്ചിട്ട് നമ്മുടെ ശരീരം നമ്മളാന്നേ നോക്കേണ്ടത്, വേറെ ആരും നോക്കിയിട്ടും കാര്യമില്ല. നമുക്കൊരു തോന്നൽ വേണം എൻ്റെ ശരീരം ഇങ്ങനെ ഇരിക്കണം, നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ വിചാരിക്കണം. അപ്പം നമ്മൾ ഒന്നുകൂടെ നല്ല യങ്ങായിട്ടൊക്കെ ഇരിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചോളുക. അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്കൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്, ചേച്ചിയുടെ സ്കിന്ന് ചുളുങ്ങിയിട്ടില്ലല്ലോ എന്നൊന്നും ചോദിക്കണ്ട. അത് നമുക്ക് അവസാനം നാളെ തൊട്ട് ഈ ചലഞ്ച് ഏറ്റെടുത്തിട്ട് നമുക്ക് 30 ദിവസം കഴിയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴത്തെ നിങ്ങൾ ഈ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ്, മരുന്നല്ല ഈ ഡ്രിങ്ക് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചു. എന്നിട്ട് 30 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കണം. നോക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ചേഞ്ച് മനസ്സിലാകും. എന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലോ കേട്ടോ.